ഇത് എവിടെ നിന്ന് കിട്ടിയതാ മോനെ? ഇത് അച്ഛൻ ഈ കുഞ്ഞു ഉമ്മീനും ഈ രണ്ട് വേറെ ഉമ്മീനും അച്ഛൻ ചാടി പിടിച്ച. ചാടി എങ്ങനെ പിടിച്ചു? അല്ല, ചൂണ്ടിട്ട് പിടിച്ച. ചൂണ്ടിട്ട് പിടിച്ചാ? ആ, അത് വറക്കുവാ. വറക്കുവാണോ? നമുക്ക് കറി വെക്കണ്ടേ ഇത്? അത് കുപ്പിയൊക്കെ അതൊട്ട് കറി വെച്ചാല് വാക്കിനെ. നമ്മുടെ അയലാണ്. ഞാനിപ്പോൾ ഇത് വെട്ടാൻ പോവാണ്. നല്ല പച്ച അയലയാണ്. ശരിക്കും ഇത് വണ്ടിക്കകത്തൊക്കെ കിടക്കുമ്പോൾ പിടയ്ക്കുമായിരുന്നു. നമുക്ക് വേഗം ഇതിനെ ഒരു കറി വെക്കാൻ പോവാണ്. നമുക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത് അല്ലേ? അതെ, നമുക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത് മീൻ. ഇവിടുത്തെ ഒരു അയല എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും നമുക്ക് നാട്ടിൽ കിട്ടാറില്ലെന്ന് തോന്നുന്നു. ഇവിടെ ഒരു മക്കാരൽ എന്ന് വെച്ചാൽ അയല, അതായത് അയല എന്ന് പറഞ്ഞ സാധനം ഇതാണ്. വേറെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു അയല ഉണ്ടല്ലോ, അത് നമുക്കിവിടെ കിട്ടാറില്ല. പക്ഷേ ഇതിൻ്റെ മാംസമൊക്കെ ഏകദേശം അതിൻ്റെയൊക്കെ തന്നെ ടേസ്റ്റാണ്. മേ ബി അതുകൊണ്ടായിരിക്കും ഇവർ ആ ഒരു മക്കാരൽ എന്ന് തന്നെ ഇതിനെയും വിളിക്കുന്നത്. മീനുണ്ട്, ചെറിയ മീൻ. ഇതിന്റെ വയറ്റിൽ മീനുണ്ട്. അല്ല, എടുക്കണ്ട. അതിനെ തിന്നാൻ വേണ്ടി. അതെ, വയറ് നിറച്ച് മീനുണ്ടായിരുന്നു. എന്നിട്ടും അക്രമം കാണിക്കാൻ വന്നോണ്ടല്ലേ ചൂണ്ടല് കയറി. നല്ല ഫ്രഷ് മീൻ നമ്മൾ ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ്. ഫ്രഷ് മീൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. നല്ല ഉറച്ച ഇത് എന്താ പറയുക, മാംസവും നല്ല തിളങ്ങുന്ന മീൻ. ഇതിൻ്റെ കണ്ണൊക്കെ കണ്ടോ, നല്ല തിളങ്ങുന്ന കണ്ണുകൾ കണ്ടോ. ഇതൊക്കെയാണ് ഫ്രഷ് മീൻ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളപ്പം. അപ്പം ഇതിന് നമ്മളിനിയിപ്പോൾ ഒരു അരച്ചുകറി വെക്കാൻ പോവുകയാണ് ഇവിടെ. ഇതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം, അരച്ചുകറി വെക്കുന്നതാണ് അയലയാകുമ്പോൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പ്രൊസീജിയറിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. കാണിക്കുന്നതായിരിക്കും, എൻ്റെ വീഡിയോ അപ്പോൾ അതൊക്കെ കാണിക്കുന്നതായിരിക്കും. ഞാൻ അതിന് ഏകദേശം ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ കാണുന്ന തേങ്ങ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഒരു മുറിയുടെ ഇത്രയും, പിന്നെ ഇതിനകത്തൊരു ലേശം തേങ്ങ ഉണ്ടായിരുന്നു, അത് രണ്ടും കൂടെ എടുത്താണ്. ഏകദേശം ഒരു അരമുറിക്ക് മേലെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിപ്പം നമുക്ക് 2 അയലേ ഉള്ളൂ. അതിനുവേണ്ടി ഞാൻ ഇത്ര എടുത്തു. പിന്നെ 2 കഷ്ണം പുളി ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഞാൻ ഇനി ചേർക്കാൻ നേരം കാണിക്കുന്നതായിരിക്കും. ഞാൻ നമ്മുടെ ഈ എന്താ പറയുക, മീൻ ഉള്ള അരച്ച് കറിക്കുള്ള ഒരു ഇത് റെഡിയാക്കാൻ പോകണം, ഗ്രേവി റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടു. ഏകദേശം ഇതിന് 1 സ്പൂണോളം ഞാനിതിലിടുന്നുണ്ട് മുളക് പൊടി. ഏകദേശം ഒരു സ്പൂൺ തന്നെ തികച്ചങ്ങ് ഇടുക. പിന്നെ നമുക്ക് വേണ്ടത്, ശരിക്കും നമ്മൾ നാട്ടിലൊക്കെ ഉള്ളി ഇട്ടരയ്ക്കും. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ ഉള്ളി ഇല്ലല്ലോ. നമുക്ക് ഇപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ കിട്ടാൻ വളരെ പാടാണ്. അല്ല പിന്നെ എപ്പോഴും മലയാളിക്കടയിലൊക്കെ പോയി അത് മേടിക്കേണ്ടി വരും. അതില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് സവോള അരിഞ്ഞ് ചേർക്കുകയാണ്. സവോള എനിക്കിവിടെ നല്ല വെള്ള സവോള കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ ഐറിഷ് മെയ്ഡ് സവോളയാണ്. ഞാനിത് റെഡിയാക്കിയിട്ട് വരാം. ഞാനിത് ഈ സവോള നിമിത്തി കുറച്ച് ചേർക്കുകയാണ്. എന്നിട്ട് നമുക്കിത് അരയ്ക്കാൻ പോവാണ്. അപ്പോൾ ശരിക്കും ആ ഉള്ളി അരയ്ക്കുന്നതിൻ്റെ ഒരു സ്വാദൊക്കെ വരും. ഓക്കെ, ഇത്രയൊക്കെ മതിയായിരിക്കും. കുറച്ച് മതി, 2-3 ഉള്ളി ചേർക്കുന്നത്ര ഒരു സവോള ചേർത്തു. ഇനി നമുക്കിനി ഇത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു ഓറഞ്ച് കളറിലിരിക്കും അപ്പോൾ കറി. അപ്പോൾ നമ്മളങ്ങനെ ചേർക്കാൻ പോവാണ്. ഇതെല്ലാം കൂടി ഇനി മിക്സ് ചെയ്യാൻ പോവാണ്. മിക്സ് ചെയ്യുമ്പോൾ ഞാൻ 1-2 ഐറ്റം കൂടെ ചേർക്കും, അത് കാണിച്ചു തരാം. നമ്മളിപ്പം ഈ പാത്രത്തിലേക്ക് മീന് വേണ്ടി അരച്ച ഇത് റെഡിയാക്കി ഇത് ഒഴിക്കുന്നു. നമുക്ക് അരച്ചൊഴിക്കാം, വെള്ളം ചേർത്ത് ഒഴിക്കാം. ഇനി നമ്മൾ കഷ്ണങ്ങൾ ഇടുന്നു. നമ്മൾ അടുപ്പ് വെച്ചിരിക്കുകയാണ്, ഓണാക്കിയിരിക്കുക. എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. കഷ്ണങ്ങൾ ഇടുന്നു. ഇനി ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളം എടുത്തായിരുന്നു, കാരണം എനിക്കിപ്പം പുളിയൊക്കെ ഇട്ട് വെക്കണമായിരുന്നല്ലോ. അതുവേണ്ടി ഞാൻ കുറച്ച് ചൂടുവെള്ളം റെഡിയാക്കിയായിരുന്നു. അപ്പോൾ ആ വെള്ളം ഞാൻ ഇതിനകത്ത് ചേർത്ത് നന്നായിട്ട് ആവശ്യത്തിന് നമുക്ക് ഇതിന് പാകത്തിനുള്ള വെള്ളം ഞാൻ ആക്കി വെക്കുന്നു. ഇത്ര മതിയായിരിക്കും. ഒരുപാട് നീളത്തിലും കിടക്കുന്നത് കൊള്ളില്ല,
ഒരു ലേശം കുറുകി കിടക്കണം ചാറ്, അപ്പോഴായിരിക്കും ഒരു ടേസ്റ്റൊക്കെ. ഇനി ഇതിനകത്തേക്ക് ചേർക്കാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കണം, പിന്നെ കുറച്ച് കറിവേപ്പില ചേർക്കണം. അതൊക്കെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് വെച്ച് മൂടി വെച്ച് വേവിക്കുന്നു. എണ്ണയൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല. ഞാൻ ഇത്ര ഒരു കഷ്ണം ഇഞ്ചി നമുക്കിടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇതിപ്പം ജസ്റ്റ് ഇപ്പം അയലൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഇഞ്ചി ചേർക്കുന്നേ ഉള്ളൂ. ചില മീനുകൾക്ക് ശരിക്കും ഒന്നും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഇടാത്തത് തന്നെയാണ് രുചിയായിട്ട് വരുന്നത്. അപ്പം ഇപ്പം ഞാൻ ഇച്ചിരി ഇഞ്ചി ചേർത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. അപ്പം ഞാൻ ഇവിടെ ഒരല്പം എരിവൊക്കെ ഉള്ളത് ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു പച്ചമുളകും ചേർക്കുന്നു. ഇത് പഴുത്ത മുളകാണ്, അതുകൊണ്ട് ഇതിനെ ഞാൻ നടുവേ കണ്ടിച്ചിട്ട് വെക്കും. ഇനിയിപ്പോൾ ഇത് നേരെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ മീൻ ഞാൻ ഇതുവരെ ഉപ്പ് എങ്ങും ചേർത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഉപ്പ് ആദ്യമായിട്ട് ചേർക്കാൻ പോകുന്നേ ഉള്ളൂ. ഞാനിപ്പോഴത്തേക്ക് ഇതൊരു ടേബിൾ സ്പൂണോളം ഉണ്ട്, ഈ ഒരു സ്പൂണിൻ്റെ വലിപ്പം. അപ്പോൾ ഇതിനൊരു ഹാഫോളം ഞാൻ ചേർക്കുവാണേ. ഹാഫിനടുത്ത് ചേർത്തു. ഇതിങ്ങനെ തിളച്ചു തുടങ്ങിയ ഒരു സമയത്ത് ഞാൻ പുളിയും കൂടെ ചേർക്കുകയാണേ. കുടംപുളിയാണ് വെള്ളത്തിയിട്ട് വെച്ചാണ് മുമ്പേ കാണിച്ചത്. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നു. ഇനിയിപ്പോൾ ഈ പുളിയിൽ കടന്ന് നന്നായിട്ട് ഈ മാംസം വേവണം. അപ്പോൾ പുളിയും കൂടി ഇട്ടിട്ട് ഇനിയിപ്പം വേവിക്കുകയാണ്. പുളി ഇട്ടു. അതിനുശേഷം നമ്മളൊരു 10 മിനിറ്റ് നമ്മൾ വെക്കുവാണ് ഈ മാംസം ഒന്ന് ശരിക്കും വേവാനും പുളിയൊക്കെ നന്നായിട്ട് പിടിക്കാനും ഒക്കെ കൂട്ടി. അപ്പോൾ ഒരുപാട് തീ വെക്കണ്ട, ഒരു ലേശം തീ കുറച്ച് വെക്കാം. അന്നേരം നന്നായിട്ട് അത് തിളച്ച് പിടിക്കുകയൊക്കെ ചെയ്യും. ഒരു 10 മിനിറ്റ് ഇരുന്നോട്ടെ ഈ അടുപ്പത്ത്. എന്നിട്ട് നമുക്ക് വരാം. ഇനി ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മൾ ചെറിയ തീയിൽ വെച്ച് വേവിക്കുകയായിരുന്നു. ഇത് കുറച്ച് പറ്റി മാംസമൊക്കെ നന്നായിട്ട് വെന്തു. കണ്ടോ, ഇത്ര നേരം മതി. മാക്സിമം ഒരു 10 മിനിറ്റൊക്കെ മതി. പ്രത്യേകിച്ച് അയലൊക്കെ ആകുമ്പോൾ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. ചെറിയ മീനൊക്കെയാണ് 5 മിനിറ്റത്തെ ആവശ്യമുള്ളൂ ശരിക്കും. അപ്പം ഇനി ഞാൻ അടുത്തൊരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മളിതൊരു എണ്ണ ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുകയാണ്. അതേ കണ്ടോ, ഇവിടുത്തെ വെളിച്ചെണ്ണ ഇരിക്കുന്നുണ്ടോ, നല്ല കട്ടിയായിട്ടിരിക്കുകയാണ്. കോക്കനട്ട് ഓയിൽ, വെർജിൻ കോക്കനട്ട് ഓയിൽ ഇവിടെ മേടിക്കാൻ കിട്ടുന്ന ഇതാണ്. നമ്മൾ ഇത് വീഴുന്നില്ല. ലേശം കൂടി എടുത്തിട്ട് ഞാൻ ഇതിനകത്ത് മുക്കുവാണ്. കോക്കനട്ട് ഓയിൽ ചേർക്കുന്നു, നമ്മൾ അടച്ചു വെക്കുന്നു. ഇത്രയേ ഉള്ളൂ. കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കറിവേപ്പില ചേർക്കാം. ഞാനിവിടെ കുറച്ച് കറിവേപ്പില പിശുക്കലാണ്, കാരണം ഞങ്ങൾക്കിവിടെ കിട്ടാൻ വളരെ പാടാണല്ലോ. ഞാൻ ഓൾറെഡി കുറച്ച് ചേർത്തായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ചേർക്കുന്നില്ല. മൂടി വെച്ച് വേവിക്കുന്നു. കഴിഞ്ഞു, വേവിച്ചിരുന്നു, എല്ലാം കഴിഞ്ഞു. മീൻകറിയുടെ എല്ലാം കഴിഞ്ഞു, ഓൾ സ്റ്റെപ്പ് എല്ലാം കഴിഞ്ഞു. നമ്മളൊന്ന് ഒരു 5 മിനിറ്റ് മൂടി വെക്കുന്നു. ആ ഒരു വെളിച്ചെണ്ണയൊക്കെ ഒന്ന് എല്ലായിടത്തും എത്താനും അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് നിൽക്കാനും. ഇനി നമുക്ക് പാത്രം മാറ്റിയേക്കാം. സ്റ്റൗവിൽ നിന്ന് മാറ്റി ഓഫ് ചെയ്തു. സ്റ്റൗ ഓഫ് ചെയ്തു. നമ്മൾ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇനി ഞാൻ സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കുകയാണ്. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. നമ്മുടെ മീൻ കറി റെഡിയായി. ഇനി നമുക്ക് വൈകിട്ട് അത്താഴത്തിനൊന്ന് വിളമ്പാം. ഇനി നിങ്ങളെ ഞങ്ങളുടെ അത്താഴക്കറിയൊക്കെ കാണിച്ചു തരാം. ഇന്നത്തെ അത്താഴത്തിൽ ഞങ്ങൾക്ക് കൊഞ്ച് തീയലുണ്ട്. ഇന്ന് സമൃദ്ധമാണ്, കൊഞ്ച് തീയലുണ്ട്. നമ്മുടെ തീയൽ കണ്ടു, തീയലൊഴിച്ചു. പിന്നെ കുറച്ച് അയലക്കറി ഒഴിക്കുന്നു. അയലക്കറി ഒഴിക്കുന്നു. പിന്നെ കുറച്ച് എന്താ പറയുക, നമ്മുടെ ആപ്പിൾ പച്ചടിയാണ് നമ്മൾ വെച്ചത് പച്ചക്കറിയായിട്ട്. ആപ്പിൾ പച്ചടി വെച്ചു. ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ ഡിന്നർ റെഡിയായി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് യെസ്. അച്ചാറില്ലേ? അച്ചാർ നമുക്ക് കുറച്ച് ഓണത്തിൻ്റെ ഇരിപ്പുണ്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.